അതെ, എല്ലാവരും എന്നാ പറയണോ? ഞാൻ ഇന്നിപ്പോൾ ഈ പറയാൻ പോകുന്ന വിഷയം എത്ര പേർക്ക് ദഹിക്കുമെന്ന് ഇഷ്ടപ്പെടുന്നൊന്നും എനിക്കറിയത്തില്ല കേട്ടോ. പക്ഷെ എന്നായാലും പറയാൻ തീരുമാനിച്ചു, പറഞ്ഞേക്കാം. അതായത് ഞാൻ ചെറുപ്പത്തിൽ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് എന്തോ ഒരു കുറ്റം ചെയ്തതിന് എൻ്റെ ക്ലാസ് ടീച്ചർ എന്നോട് പപ്പേനെ വിളിച്ചോട്ട് സ്കൂളിൽ ചെന്നാൽ മതി എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം പപ്പയായിട്ട് ഞാൻ ടീച്ചേഴ്സ് റൂമിൽ ചെന്നു. അപ്പോൾ ഞാൻ വലിയ കാര്യത്തിന് പപ്പയല്ലേ എന്നെ പ്രൊട്ടക്ട് ചെയ്യുമല്ലോ എന്നൊക്കെ വിചാരിച്ച് പപ്പയോട് ചേർന്ന് നിന്നു. പപ്പയാണെങ്കിൽ എന്നെ മുമ്പിലേട്ട് കയറ്റി നിർത്തിയിട്ട് പറഞ്ഞു, നീ ചെയ്ത കാര്യമല്ലേ, നീ തന്നെ എന്താണെന്ന് വെച്ചാൽ മറുപടി പറഞ്ഞോളെ. അന്ന് എനിക്ക് പപ്പയോട് നല്ല ദേഷ്യമൊക്കെ വന്നു. ഈ കഴിഞ്ഞ ഇടയ്ക്ക് കൊണ്ട് ഞാൻ എൻ്റെ കെട്ടിനോട് പറയുകയും ചെയ്തു, അങ്ങനെയൊന്നും നമ്മൾ പിള്ളേരോട് ചേരും, നമ്മൾ അവരെ ചേർത്ത് പിടിക്കണമെന്ന്. പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമല്ല, പേരൻറ്റിങ് എന്ന് പറയുന്നത് വലിയൊരു സംഭവമല്ലേ. നമ്മൾ ഈ ന്യൂ ജനറേഷൻ എന്നൊരു ലേബലും കൊടുത്ത് 20 കിഡ്സ് എന്നും പറഞ്ഞ് നമ്മൾ മാറ്റി നിർത്തിയിട്ടുണ്ടല്ലേ. പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ഞാൻ 80 കിഡ്സ് 90 കിഡ്സ് ഒക്കെ തൽക്കാലം വലിയ കുഴപ്പമില്ലാതെ പോകുന്നു എന്നുള്ളൊരു ലേബൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ അതിന്റെ ക്രെഡിറ്റ് നമ്മൾ ശരിക്കും കൊടുക്കേണ്ടത് ആർക്കാ? നമ്മുടെ പേരൻസിനാണല്ലേ, അല്ലെങ്കിൽ നമ്മുടെ അധ്യാപകർക്കാണ്. പക്ഷേ നമ്മൾ ഈ ന്യൂ ജനറേഷൻ എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്ന 20 കിഡ്സ്, അവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. അവരുടെ പേരൻസിന്റെ ജനറേഷനും വേറെയാണ്. നമ്മളെ വളർത്തിയ നമ്മുടെ പേരൻസിന്റെ ജനറേഷൻ അല്ല ഈ 20 കിഡ്സിന്റെ ജനറേഷൻ. പേരൻസിന്റെ കേട്ടോ ഞാൻ പറഞ്ഞ, കുട്ടികളുടെ അല്ല. അപ്പോൾ മാറ്റം വരേണ്ടത് അവിടെ നിന്നാണല്ലേ. ശരിക്കും പറഞ്ഞാൽ അധ്യാപകർക്ക് വടി കൊടുക്കും, കലാലയങ്ങൾ നന്നാവും, നാളത്തെ കുട്ടികൾ നന്നായി വരുമെന്ന് പറയുന്ന ആ ഒരു ചെല്ലില് ഒത്തിരി വലിയ തെറ്റൊന്നും എനിക്ക് തോന്നുന്നില്ല. ഇപ്പം നമ്മുടെ കുഞ്ഞുങ്ങൾ എന്തെങ്കിലും ചെറിയൊരു കാര്യം ചെയ്താൽ നമ്മൾ ഓടി സ്കൂളിലേക്ക് ചെന്ന് ടീച്ചർമാരെയാണ് കുറ്റം പറയണത് അല്ലേ. അല്ലെങ്കിൽ ഒരു വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയ ഇട്ട് കഴിഞ്ഞാൽ അവിടെയാണ് ഏറ്റവും വലിയ ഒരു പ്രശ്നം. കാരണം എല്ലാവർക്കും സപ്പോർട്ടിങ് സിസ്റ്റം കൂടി, പക്ഷെ അതിനനുസരിച്ച് നമ്മുടെ പിള്ളേരുടെ ക്യാരക്ടർ ചീത്തയായി പോകുന്നത് നമ്മൾ കാണാൻ കുറച്ച് ലേറ്റായി പോയോ എന്നൊരു സംശയം ഉണ്ടല്ലേ. ശരിക്കും പറഞ്ഞാൽ ഏത് ടീച്ചർമാരാണ് പേടിച്ചിട്ട് ഏതെങ്കിലും കുഞ്ഞുങ്ങളെ ഒന്ന് അടിക്കാൻ കയ്യോങ്ങുക? കാരണം നേരത്തെ ദിവസം അവർ പ്രഭാതം അവരുടെ പൊട്ടി വിടുന്നത് തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലായി എന്ന് പറഞ്ഞിട്ടായിരിക്കും അല്ലേ. അവർക്കും കുടുംബങ്ങളുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ആരും ഒരു പരിധി കൂടുതൽ കുഞ്ഞുങ്ങളെ ശിക്ഷിക്കാൻ ഇപ്പോൾ നിൽക്കാറില്ല. നമ്മുടെ കുഞ്ഞുങ്ങളോട് നമ്മൾ നോ പറയാൻ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട് ഇപ്പം അല്ലേ. നോ പറഞ്ഞാൽ അക്സെപ്റ്റ് ചെയ്യാൻ അവർക്ക് അറിയത്തില്ല. അല്ലെങ്കിൽ ക്ലാസ്സിൽ ഒരു കുറച്ച് മാർക്ക് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ അവർക്കത് ഓവർകം ചെയ്യാനുള്ള ഒരു മെന്റൽ ഹെൽത്ത് ഇല്ല. എന്തുകൊണ്ടത്? നമ്മുടെ ഓവർ കെയറിങ്, ഓവർ പ്രൊട്ടക്ഷൻ, പിന്നെ അവർക്ക് പേഷ്യൻസ് എന്ന് പറഞ്ഞൊരു സംഭവമേ ഇല്ല. ഒരു മത്സര ബുദ്ധിയാണ് ഇന്നത്തെ കാലത്ത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കില്ലെങ്കിലും നമ്മൾ മറ്റുള്ളവരുടെ ഒപ്പം എത്താൻ വേണ്ടിയിട്ടുള്ള ഓട്ടത്തിലാണ്. നല്ലത് പഠിക്കേണ്ടത് കുടുംബങ്ങളിൽ നിന്ന് വിദ്യാലയങ്ങളിൽ നിന്നുമാണെന്ന് പഠിച്ചൊരു കാലം ഉണ്ടായിരുന്നു. ഇപ്പം അതൊക്കെ മാറി എന്ത് വേണമെങ്കിലും പഠിക്കാം, എന്ത് വേണമെങ്കിലും നേടിയെടുക്കാം. എവിടുന്ന? സോഷ്യൽ മീഡിയയിൽ നിന്ന് അല്ലേ. ആ ഒരു ചിന്ത മാറിയാൽ തന്നെ കുറച്ചൊക്കെ മാറ്റം വരുമായിരിക്കും. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് കത്തിയെടുത്ത് എൻ്റെ കൂട്ടുകാരൻ്റെ അല്ലെങ്കിൽ എൻ്റെ ജീവന് പകരം അവൻ്റെ ജീവൻ എടുക്കാമെന്നുള്ള ചിന്ത നമ്മുടെ മക്കളിലേക്ക് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം നമ്മളായ ഞാൻ ഉൾപ്പെടുന്ന പേരൻസിനും അല്ലെങ്കിൽ നമ്മുടെ സോഷ്യൽ മീഡിയയ്ക്കുമാണ്. അല്ലാതെ ന്യൂ ജനറേഷൻ എന്നൊരു ലേബലും കൊടുത്ത് 20 കിഡ്സ് എന്നും പറഞ്ഞ് അവരെ മാറ്റി നിർത്തിയത് കൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. എന്തായാലും തിരിച്ച് പഴയ തലമുറയിലേക്ക് ഒരു പോക്കൊന്നും ഇനി ഉണ്ടാവത്തില്ല. കാരണം കാലം മുമ്പോട്ടാണ്. നമ്മുടെ ടെക്നോളജീസ് ഒക്കെ നമ്മളെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്ത് കഴിഞ്ഞു. അതുകൊണ്ട് തിരിച്ചു പോക്കെന്ന് പറഞ്ഞത് സാധ്യമല്ല. പക്ഷെ മുമ്പോട്ട് പോകുമ്പോൾ അങ്ങോട്ടുള്ള വഴികൾ നേരെയാക്കാൻ എല്ലാവരും കൂടി പരിശ്രമിച്ചാൽ ശരിയാകും. ഈ ഡ്രഗ് മാഫിയ ഒക്കെ അതിന് വേണ്ടിയിട്ട് ഇടപെടേണ്ട നിയമങ്ങളാണ് കേട്ടോ. അത് അവർ കൃത്യമായിട്ട് ചെയ്യട്ടെ. നമ്മൾ ചെയ്യേണ്ടത് നമ്മളും ചെയ്യാം. എന്നാൽ പിന്നെ ശരി, പിന്നെ കാണാവേ.